നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാലോ. റേറ്റ് ഓഫ് ചേഞ്ച്, ഇത് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഓഫ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ്. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ ds/dt ആണ് വേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. അപ്പം ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോമിൽ നിങ്ങൾക്കറിയാം എന്താ. ഹെമിസ്ഫിയർ ആവുമ്പം ഫുൾ സർഫസ് ഏരിയ എന്താ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ എന്താ 4πr² ആണ്. ഓഫ് എ ഹെമിസ്ഫിയർ എന്താണ് 2πr² + πr², 3πr². ഇങ്ങനെ മുറിക്കുമ്പം ഒരു ഭാഗം കൂടി ഉണ്ടാവുമല്ലോ, അത് πr² കൂടി കൂട്ടണം. അപ്പോൾ എസിന്റെ വാല്യൂ 3πr² അല്ലേ, 3πr². അപ്പോൾ വാട്ട് ഈസ് ds ബൈ വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ആർ, വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആർ. അപ്പോൾ ds/dr ചെയ്യാം. അപ്പോൾ 3π × r² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ. അപ്പോൾ എന്താ കിട്ടുക 6πr അല്ലേ, 6πr. ചോദിച്ചത് when r equals cube root of 1331. 1331 നിങ്ങൾക്ക് അറിയാം, അത് 11 ആണ് അല്ലേ. 1331ന്റെ ക്യൂബ് റൂട്ട് 11 ആണ്. കാരണം 11² 121 ആണ്. 121 × 121 അല്ലേ, 1331 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടാം 1331. If you divide 1331 by 11, 1, 11, 23, 2, 22, 1, 121 ശരിയാണ് 11. അപ്പം 11 × 121 ആണ് 1331. അപ്പം 11 ക്യൂബ് ആണ് 1331. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 1331 ഇസ് 11. 1.331ന്റെ ക്യൂബ് റൂട്ട് ഓഫ് 1.331ന്റെ ക്യൂബ് റൂട്ട് എന്തായിരിക്കും 1.1. അപ്പോൾ വാട്ട് ഈസ് ds/dt, ds/dr at r equals cube root of 1.331 will be 6π × r ന് പകരം 1.1 ചെയ്യാം അല്ലേ. What is 6.6π? 6.6π ആണ് ഉത്തരം അല്ലേ. 2 is answer. ഇതിപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് എ സ്ഫിയർ ആണെങ്കിലോ, ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്ഫിയർ ആണെങ്കിലോ ഇവിടെ 4πr². അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 8πr ആയിരിക്കും. അപ്പോൾ 8π × 1.1 ആയിരിക്കും. അപ്പോൾ 8.8π ആയിരിക്കും. അങ്ങനെ മാറുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ആർ. ഇതൊരു നല്ല ചോദ്യമാണ്. ബോക്സ് എക്സ് ഡിനോട്ട്സ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, ദെൻ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇത് ഡിഫറൻഷ്യബിലിറ്റിയും കണ്ടിന്യൂറ്റിയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയാണ് ഈ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് എന്താ അറിയോ, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ പെന്നെടുക്കാതെ വരയ്ക്കാൻ സാധിച്ചാൽ അത് കണ്ടിന്യൂസ് ആണ്. എപ്പോഴെങ്കിലും ഗ്രാഫിന് ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ, കൂർപ്പ് ഉണ്ടെങ്കിൽ അവിടെ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് നോൺ ഡിഫറൻഷ്യബിൾ ആവുക, ബ്രേക്ക് ഉണ്ടെങ്കിൽ നോൺ ഡിഫറൻഷ്യബിൾ ആവും, കൂർപ്പ് ഉണ്ടെങ്കിൽ നോൺ ഡിഫറൻഷ്യബിൾ ആവും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഗ്രാഫിന് ബ്രേക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ പൊട്ടി നിൽക്കുകയാണെങ്കിൽ, ഇങ്ങനെ പൊട്ടി നിൽക്കുകയാണെങ്കിലും ഈ പോയിന്റിൽ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. ഇങ്ങനെയാണെങ്കിലും അതെ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ്. ബട്ട് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. പിന്നെ ഇങ്ങനെയാണെങ്കിലും അതെ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പം ഇത് രണ്ടും ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ട് നോൺ ഡിഫറൻഷ്യബിൾ ആണ്. ഇത് കണ്ടിന്യൂസ് ആണ്, പക്ഷെ കൂർപ്പുള്ളതുകൊണ്ട് നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അത്രയേ ഉള്ളൂ. അപ്പം പെന്നെടുക്കാതെ വരയ്ക്കാൻ സാധിച്ചാൽ കണ്ടിന്യൂസ് ആണ്. ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. കൂർപ്പുണ്ടെങ്കിലും നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അവിടെ നിന്ന് എന്ത് കിട്ടും, നമുക്ക് 2 ഐഡിയാസ് കിട്ടും. എന്തൊക്കെയാ, എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല, പക്ഷെ എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. അതൊരു പോയിന്റ് ആണ്. പിന്നെ ഈ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഈ ഏതൊക്കെ പോയിന്റ്സിലാണോ ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളത് ആ പോയിന്റ്സിൽ ആ ഫംഗ്ഷൻ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും.
എപ്പോഴും. മനസ്സിലായോ? ഏതൊക്കെ പോയിന്റ്സിലാണോ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ആ പോയിന്റ്സിൽ എന്തായാലും ആ ഫംഗ്ഷൻ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി ഡസ് നോട്ട് ഇംപ്ലൈസ് ഡിഫറൻഷ്യബിലിറ്റി, ബട്ട് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. പിന്നെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഫംഗ്ഷൻ എപ്പോഴും നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി ഓരോന്നിനെയും ഗ്രാഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ ഇതാണ് മോഡ് എക്സ് മൈനസ് 1 പ്ലസ് മോഡ് എക്സ് മൈനസ് 2. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക. ഇത് വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും ആണെങ്കിൽ 1 എടുക്കുക 2 എടുക്കുക. ഇതാണ് 1, ഇതാണ് 2 എന്ന് വിചാരിച്ചോളൂ. 1 2. ചിത്രം വരയ്ക്കുന്ന സ്റ്റൈല് പറയാം, എങ്ങനെയാണ് വരയ്ക്കുന്നത് പറയാം. പക്ഷേ ഇത് വളരെ ഫേമസ് ഗ്രാഫ് ആയതുകൊണ്ട് ഇതൊരു ബോട്ട് ഷേപ്ഡ് ഗ്രാഫാണ്. ബോട്ട് BOAT ബോട്ട് ഷേപ്ഡ് ഗ്രാഫ് എന്ന് തന്നെ പറയാം. തോണി പോലെ ഉണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാവുക? എക്സ് 1 ആണെങ്കിൽ ഇത് 0 ആയി പോകും. 1 ആണെങ്കിൽ ഇത് വാല്യൂ എന്താ? 1 അല്ലേ? 1 അല്ലേ? 1 മൈനസ് 2 1 ആണ്. അപ്പോൾ ഇവിടെ 1 ആണ്. ഇത് 1 ആണെങ്കിൽ ഇവിടെ പോയിന്റ് ഉണ്ടാവും. എക്സ് 2 ആണെങ്കിലും 1 ആണ്. അപ്പോൾ എക്സ് 2 ആണെങ്കിലും 1 ആണ്. അപ്പോൾ ഇങ്ങനെ വരേണ്ട ഹൊറിസോണ്ടലാണ്, എക്സ് ആക്സിന് പാരലായിട്ട് വരും. റൈറ്റ്? പിന്നെയോ 2 കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ. ഇപ്പം 0 ആണെങ്കിൽ എന്തായാലും വാല്യൂ ഉണ്ടാവുക? 0 ആകുമ്പോൾ 1 + 2 3 ഉണ്ടാവുക. ഇത് എത്രയാ? 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ടാവും, ഇവിടെ ഒരു 3 ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പുറത്തേക്ക് ഉണ്ടാവുക. അതേപോലെ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഗ്രാഫ് വിൽ ബി ബോട്ട് ഷേപ്ഡ് ഗ്രാഫ്. ഇതിന്റെ ലോജിക്ക് എന്താ വെച്ചാൽ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്ന വെച്ചാൽ, ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം എന്ന് ഞാൻ പറയാം. കാരണം 3 സന്ദർഭത്തിൽ, അതായത് ഇങ്ങനെയാണ് എക്സ് 1ലും 2ലുമാണ് കഥ മാറുക. ഇതാണ് 1ലും 2ലുമാണ് കഥ മാറുക. അപ്പൊ 2ന്റെ റൈറ്റ് സൈഡിലാകുമ്പം ഇതിന്റെ വാല്യൂ എക്സ് മൈനസ് 2 ആണ്, ഇതിന്റെ വാല്യൂ എക്സ് മൈനസ് 1 ആണ്. അപ്പൊ ഇത് എക്സ് മൈനസ് 1 ആണ്, ഇത് എക്സ് മൈനസ് 2 ആണ്. കൂട്ടിയാൽ എന്താ കിട്ടുക? 2x മൈനസ് 3 ആണ്. ഇപ്പുറത്താണെങ്കിലോ, 1ന്റെ ഇപ്പുറത്താണെങ്കിൽ 2ന്റെ ഇപ്പുറത്താണ്. അപ്പൊ 1ന്റെ ഇപ്പുറത്താണ്, ഇത് 1 മൈനസ് എക്സ് ആയിരിക്കും, ഇത് 2 മൈനസ് എക്സ് ആയിരിക്കും. അപ്പൊ ഇതാവും 3 മൈനസ് 2x ആയിരിക്കും. ഇവിടെ 1ന്റെ അപ്പുറത്തായതുകൊണ്ട് ഇത് എക്സ് മൈനസ് 1 ആയിരിക്കും, ഇത് 2 മൈനസ് എക്സ് ആയിരിക്കും. അപ്പം എക്സും വെട്ടിപ്പോവും. അപ്പോൾ ഇത് എക്സ് മൈനസ് 1 ആയിരിക്കും, ഇത് 2 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഈ എക്സും വെട്ടിപ്പോവും, അത് 1 ആവും. ഇതിന് വാല്യൂ 1 ആണ്. അപ്പോൾ 1ന്റെ 2ന്റെ ഇടയിൽ 1 ആയിരിക്കും, ഇത് 1 ആണ്. 2 കഴിഞ്ഞാൽ ഇത് 2x മൈനസ് 3 ആയിരിക്കും. ഇപ്പുറത്തോ ഇത് 3 മൈനസ് 2x ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും ഇത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. 1ന്റെയും 2ന്റെ ഇടയിൽ എപ്പോഴും അത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. 2 കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്, 1ന്റെ ഇപ്പുറത്ത് ഇങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഇവിടെ കൂർപ്പുണ്ട്. ഈ 1ലും 2ലും കൂർപ്പുണ്ട്. 1ലും 2ലും നോൺ ഡിഫറൻഷ്യബിൾ ആണ്. എന്താ കാരണം? വാട്ട് ഇസ് റൈറ്റ് ഡെറിവേറ്റീവ്? 0. 1ല് റൈറ്റ് ഡെറിവേറ്റീവ് 0 ആണ്. ലെഫ്റ്റ് ഡെറിവേറ്റീവ് എന്തായാലും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെക്കാം, -2. അപ്പോൾ 1ല് ലെഫ്റ്റ് ഡെറിവേറ്റീവ് -2 ആണ്, റൈറ്റ് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 1ല് നോൺ ഡിഫറൻഷ്യബിൾ ആണ്. 2ലോ ലെഫ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്, റൈറ്റ് ഡെറിവേറ്റീവ് 2 ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഈക്വൽ അല്ല, അതുകൊണ്ട് നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ 1ലും 2ലും നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്, ഓരോന്നിനും ഗ്രാഫ് ഞാൻ ഇവിടെ മിനിയേച്ചറായിട്ട് വരയ്ക്കുകയാണ്. അവിടെ ഞാൻ വൃത്തിയായിട്ട് വരച്ചു, ഇവിടെ ഞാൻ മിനിയേച്ചറായിട്ട് വരയ്ക്കുകയാണ്. ഇതാണ് വൈ ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? ഇത് 1ഉം ഇത് 2 ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി മോർ ഓർ ലെസ് ലൈക്ക് ദിസ്. അങ്ങനെ കൊട്ട പോലത്തെ ബോട്ട് ഷേപ്പ് ഗ്രാഫ് എന്ന് പറയും. അപ്പോൾ 1ലും 2ലും നോൺ ഡിഫറൻഷ്യൽ ആക്കി. അപ്പോൾ എന്താ? എ ഈസ് ഡിഫറൻഷ്യബിൾ എക്സെപ്റ്റ് വെൻ എക്സ് ഈക്വൽ 0. തെറ്റാണ്. കണ്ടിന്യൂസ് എവ്രിവർ, അത് ശരിയാണ്. നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 1, അത് ശരിയാണ്.
ശരിയാണ്. ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 1. അപ്പം 2ഉം 3ഉം ശരിയാണ്. അതായത് എ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് 2. എക്ക് 2 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. എക്ക് 2 ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. എക്ക് 2 ആയിട്ട് അസോസിയേഷൻ ഉള്ളൂ. എക്ക് 1 ആയിട്ട് അസോസിയേഷൻ പറ്റില്ല. ഡിഫറൻഷ്യബിൾ അത് തെറ്റാണ്. എന്തായാലും A1 തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഓപ്ഷൻ 1 തെറ്റാണ്, 2 തെറ്റാണ്. അപ്പോൾ എ എന്നുള്ള ആ ഗ്രാഫിൽ നിന്ന് എന്തൊക്കെ കിട്ടും? 1ലും 2ലും കണ്ടിന്യൂസ് എവറിവെയർ ആണ്. 1ലും 2ലും നോൺ ഡിഫറൻഷ്യബിൾ ആണ്. ലെഫ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽസ് 1 -2 ആണ്. റൈറ്റ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽസ് 2 +2 ആണ്. 1ന്റെ 2ന്റെ ഇടയിലുള്ള എല്ലാ ഡെറിവേറ്റീവും 0 ആണ്. 1ലും 2ലും നോൺ ഡിഫറൻഷ്യബിൾ ആണ്. പിന്നെ ബോർഡ് ഷേപ്പ് ഗ്രാഫാണ്. ഓക്കെ. പിന്നെ എക്സ് മൈനസ് ബോക്സ് എക്സ്, എക്സ് മൈനസ് മോഡ് എക്സ്, എക്സ് മൈനസ് മോഡ് എക്സ്. എക്സ് മൈനസ് മോഡ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കാം മക്കളെ? ഏറ്റവും നല്ല എന്താ, മോഡ് എക്സിന്റെ സ്ഥിതി നോക്കാം. ഇതാണ് മോഡ് എക്സ്. എവിടെയൊക്കെയാണ് സ്റ്റൈൽ മാറുക? 0-ലാണ് സ്റ്റൈൽ മാറുക അല്ലേ? 0-ലാണ് സ്റ്റൈൽ മാറുക. അപ്പോൾ 0-ന്റെ റൈറ്റിൽ ഒരു കഥ ഉണ്ടാവും, ലെഫ്റ്റിൽ വേറൊരു കഥ ഉണ്ടാവും. 0-ന്റെ റൈറ്റിൽ എന്തായിരിക്കും? മോഡ് എക്സ് എക്സ് തന്നെയാണ്. മോഡ് എക്സ് എക്സ് തന്നെയാണെങ്കിൽ എക്സ് 0 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ്. 0 ആണ് അല്ലേ? എക്സ് മൈനസ് എക്സ് അല്ലേ വരിക? 0 റൈറ്റിൽ എക്സ് മൈനസ് എക്സ് ആണ് എന്ന് വെച്ചാൽ 0. 0-ന്റെ ലെഫ്റ്റിലോ എക്സ് മൈനസ് മൈനസ് എക്സ് ആണ്. വാട്ട് ഇസ് എക്സ് മൈനസ് മൈനസ് എക്സ്? 2x. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുക? വാട്ട്സ് എ ഗ്രാഫ് ഓഫ് ദിസ്? വൈ ആക്സിസ് എക്സ് ആക്സിസ് വരച്ചാൽ ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുക? ഗ്രാഫ് 0-ന്റെ റൈറ്റിലെ എക്സ് ഈക്വൽ ടു 0 തന്നെയാണ്. ഇതാണ് ഗ്രാഫ്. 0-ന്റെ ലെഫ്റ്റിലോ ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവുക, എയറോ ഉണ്ടാവും. 0-ന്റെ ലെഫ്റ്റിലോ, ലെഫ്റ്റില് 2x ആണ്. 2x പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക. ഇങ്ങനെ 2x. ലെഫ്റ്റിൽ ഗ്രാഫ് ഇങ്ങനെയാണ്. ദിസ് ഇസ് ദ ഗ്രാഫ്. ഇത് 2x ആണ്. ഇത് x = 0 ആണ്. ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ കൂർപ്പുണ്ട്. 0-ല് നോൺ ഡിഫറൻഷ്യബിൾ ആണ്. കണ്ടിന്യൂസ് എവറിവെയർ ആണ്, പക്ഷെ 0-ല് നോൺ ഡിഫറൻഷ്യബിൾ ആണ്. കണ്ടിന്യൂസ് എവറിവെയർ ബട്ട് നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് x = 0. അതാണ് അതിലെ ലോജിക്. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? ഇതിന്റെ ഗ്രാഫ് വൈ ആക്സിസ് എക്സ് ആക്സിസ് ഉണ്ടാവും. ഇതിന്റെ ഗ്രാഫ് വൈ ആക്സിസ് എക്സ് ആക്സിസ് വരച്ചാൽ വാട്ട് ഇസ് ദ ഗ്രാഫ്? ഗ്രാഫ് വിൽ ബി ഇങ്ങനൊരു വര ഉണ്ടാവും, പിന്നെ ഇങ്ങനൊരു വര ഉണ്ടാവും. അപ്പോൾ എന്താ പറ്റുക? കണ്ടിന്യൂസ് എവറിവെയർ ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0. അപ്പോൾ ബി എന്തായിരിക്കും? വാട്ട് ഈസ് ബി? ബി വിൽ ബി continuous everywhere but not differentiable everywhere except at x = 0. ശരിയാ, 1 ശരിയാണ്. B1 ശരിയാണ്. അപ്പോൾ അതന്നെ B1 ശരിയാണ്. കണ്ടിന്യൂസ് എവറിവെയർ ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ at x = 0. കുറേ തരത്തിൽ പറയട്ടോ അത്. ഇവിടെ നിന്നിട്ട് 0 ആണ്, ഇവിടെ നിന്നിട്ട് 2x ആണ്. വാട്ട് ഇസ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് at x = 0? 2. വാട്ട് ഇസ് റൈറ്റ് ഡെറിവേറ്റീവ് at x = 0? 0. അല്ലേ? ഇനി എക്സ് മൈനസ് ബോക്സ്. ഈ എക്സ് മൈനസ് ബോക്സ് എക്സ് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള ഫംഗ്ഷനാണ്. എങ്ങനെയാണ് എക്സ് മൈനസ് ബോക്സ് എക്സ്? ഹൗ ടു ഡ്രോ എക്സ് മൈനസ് ബോക്സ് എക്സ്? എക്സ് മൈനസ് ബോക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇത് വളരെ ഫേമസ് ഗ്രാഫാണ്. നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം വെച്ചാൽ അത് വരും, എപ്പോഴും വരുന്നതാണ്. ഗ്രാഫ് വിൽ ബി മോർ ഓർ ലെസ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഗ്രാഫ്. ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഒരേ ആംഗിളിൽ ഇങ്ങനെ കോപ്പി ആവില്ല. Production. The graph will be more or less like this. ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക.
ഒരേ ഒരേമാതിരി ചെരിഞ്ഞിട്ടൊരു ഗ്രാഫ്. അങ്ങനെ പോകും. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്. ഒരേ ആംഗിളാണ് കേട്ടോ, ഒരേ ആംഗിളാണ്, ഒരേ മാതിരിയുള്ളത്. ഞാൻ വരയ്ക്കുമ്പോൾ അത്ര വൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ ഗ്രാഫ് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ്, ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്. ഇത് വളരെ ഫേമസ് ഗ്രാഫ് ആയതുകൊണ്ട് നിങ്ങളിത് പഠിക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം അത് ഏതെങ്കിലും രീതിയിൽ ചോദിക്കാതിരിക്കില്ല. ഇതാണ് എക്സ് മൈനസ് ബോക്സ്. ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇൻറ്റിജർ പോയിന്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇന്റഗ്രൽ പോയിന്റ്സിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇതിൻ്റെ റേഞ്ച്, ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ക്ലോസ്ഡ് 0 ഓപ്പൺ 1 ആണ്. ക്ലോസ് 0 ഓപ്പൺ 1 ആണ്. പിന്നെ എന്താണ്, ഇത് പീരിയോഡിക് ആണ്. ഈ ഫംഗ്ഷൻ പീരിയോഡിക് ആണ്. ഇൻ്റഗ്രേഷനിലൊക്കെ അത് ചോദിക്കാറുണ്ട്. പീരിയോഡിസിറ്റി 1 ആണ്. ഇങ്ങനെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എല്ലാ കണ്ടിന്യൂസ് അല്ല ഈ ഫംഗ്ഷൻ. എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂറ്റിയിൽ ഇൻ്റഗ്രൽ പോയിന്റ്സിലൊക്കെ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ ഇൻ്റഗ്രൽ പോയിന്റ്സിലൊക്കെ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്താ പറയുക, എക്സ് മൈനസ് ബോക്സിനെ പറ്റി എന്താ അഭിപ്രായം? എക്സ് മൈനസ് ബോക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ദിസ് ഇസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ദ ഗ്രാഫ് വിൽ ബി മോർ ഓർ ലെസ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ തിഷ്കും, ഇങ്ങനെ 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 അങ്ങനെയാണ് ഗ്രാഫ്. റൈറ്റ്, ഞാൻ വരച്ചോ, ഗ്രാഫ് വരച്ചു. ഇതിൻ്റെ ഒരേ തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ ഒരേ ആംഗിളിൽ വെച്ചോ. അപ്പോൾ എന്തായാലും അത് ബ്രേക്ക് ഉണ്ട്. ഇൻ്റഗ്രൽ പോയിന്റ്സ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ വാട്ട് ഈസ് സി? സി എന്തായിരിക്കും മക്കളെ? സി എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ എവരിവർ തെറ്റാണ്. കണ്ടിന്യൂസ് എവരിവർ തെറ്റാണ്. ഇറ്റ്സ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 1. അത് തെറ്റ്. അതാവാം. ഇറ്റ്സ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 1. അപ്പോൾ തേർഡ് ആണ് ആൻസർ. തേർഡ്. ഇതിൽ ഇഷ്ടംപോലെ കഥയുണ്ട് കേട്ടോ. സി എന്നുള്ള പോയിന്റിലെ എല്ലാ ഇൻഡിജർ പോയിന്റ്സിലും ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നോൺ ഡിഫറൻഷ്യബിൾ എക്സ് ഈക്വൽസ് 1 ശരിയാണ്. ഓക്കെ. ഈ എക്സ് മോഡ് എക്സ് ഇല്ലേ, എക്സ് മോഡ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. എക്സ് മോഡ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇത് മോഡ് എക്സ് എക്സ് ഈക്വൽസ് 0 ഡിഫറൻഷ്യബിൾ അല്ല. എക്സ് മോഡ് എക്സ് കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ അറ്റ് എവറി പോയിന്റ്, എല്ലാ സ്ഥലത്തും ഡിഫറൻഷ്യബിൾ ആണ്. ഈ ഡി എന്നുള്ള എക്സ് മോഡ് എക്സ് കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിളും ആണ്. എല്ലാ സ്ഥലത്തും ഡിഫറൻഷ്യബിൾ ആണ്. ഡി എന്താ? ഡി എസ് ഡിഫറൻഷ്യബിൾ എവരിവർ എക്സെട്രാ തെറ്റാണ്. കണ്ടിന്യൂസ് എവരിവർ 2 ശരിയാണ്. തേർഡ് തെറ്റാണ്. ഫോർത്ത് എന്താ? ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 4ഉം ശരിയാണ്, സെക്കൻഡും ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ? A2, B1, C3, D4. D4 ആണ്. D4. ഓക്കെ. ഒരുപാട് ഉത്തരങ്ങൾ ഇന്ന് വേറെയും പറയാം. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ ഗ്രാഫ്. ഈ ഗ്രാഫിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും കേട്ടോ, നിർബന്ധമായിട്ടും ചോദിക്കും. അതുകൊണ്ട് ഗ്രാഫ് ഇന്റർപ്രിറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം. എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽസ് കെ എക്സ് പ്ലസ് 1. എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽസ് പൈ. ദെൻ ദ വാല്യൂ ഓഫ് കെ ഇസ് എക്സ് ബിഗർ ദാൻ പൈ ആണെങ്കിൽ കോസ് എക്സ് ആണ്. കണ്ടിന്യൂസ് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? എല്ലാ കണ്ടിന്യൂസിനും ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ കണ്ടിന്യൂസ് ആണ്, കോമ്പോസ് ചെയ്താൽ കണ്ടിന്യൂസ് ആണ്, ആഡ് ചെയ്താൽ കണ്ടിന്യൂസ് ആണ്, സബ്ട്രാക്ട് ചെയ്താൽ കണ്ടിന്യൂസ് ആണ്. ഒക്കെ വെൽ ബിഹേവ്ഡ് ആണ്. അങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഇവിടെ പൈല കണ്ടോ, പൈയിൽ ഏക്കുന്ന സ്ഥലത്ത് അവിടെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാം. ഏക്കുന്നത്. അപ്പോൾ വി നീഡ് ചെക്ക് ഓൺലി ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽസ് പൈ. എക്സ് ഈക്വൽസ് പൈയിൽ കണ്ടിന്യൂറ്റി നോക്കിയാൽ മതി. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എന്താ? എ എന്നുള്ള പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, എ എന്നുള്ള പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്ത് വേണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ ആകുമ്പോഴാണ് നമ്മൾ പറയുക എക്സ് ഈക്വൽ ടു എയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. വി സേ ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽസ് എ
ഇഫ് എഫ് ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് എക്സ്. ഇത് എല്ലാ എഫ് ഓഫ് എക്സിന്റെ ഡൊമെയിനിലും വർക്ക് ചെയ്യുമെങ്കിൽ ഡൊമെയിൻ ഓഫ് ഡെഫിനേഷനിലെ എല്ലാ എക്സിനും ഇത് എല്ലാ പോയിന്റിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം എന്താ ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ ഇൻ ഇറ്റ്സ് ഡൊമെയിൻ എന്ന് പറയും. ഫംഗ്ഷൻ ഇസ് ജനറലി ഡിഫറൻഷ്യബിൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ പൈല് മാത്രം ചെക്ക് ചെയ്താൽ മതി. പൈല് ചെക്ക് ചെയ്താൽ അത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽസ് പൈ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? അപ്പോൾ എന്താ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂം സെയിം ആണ്. ഫംഗ്ഷൻ്റെ വാല്യൂം ലെഫ്റ്റ് ലിമിറ്റും എന്താ കെ പൈ പ്ലസ് 1 ആണ് അല്ലേ? കെ പൈ പ്ലസ് 1 ആണ്. നോക്കൂ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. എക്സ് പൈൻ്റെ ഇപ്പുറത്താവുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എന്താ കെ പൈ പ്ലസ് 1 ആണ്. ലെഫ്റ്റ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂം കെ പൈ പ്ലസ് 1 ആണ്. വാട്ട് ഇസ് റൈറ്റ് ലിമിറ്റ്? ഇവിടെ പൈ കൊടുക്കുക, കോസ് പൈ. കോസ് പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം അല്ലേ? എക്സ് ബിഗർ ദാൻ പൈ കോസ് പൈ, ലിമിറ്റ് കോസ് പൈ ആണ്. അപ്പോൾ എന്താ കെ പൈയുടെ വാല്യൂ കെ പൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു കോസ് പൈയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ കെ പൈയുടെ വാല്യൂ -2 ആണ് അല്ലേ? അപ്പോൾ കെയുടെ വാല്യൂ -2/π. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരിക. അതുകൊണ്ട് ഡയറക്റ്റ്ലി ഡെഫിനിഷൻ മാത്രം പറഞ്ഞാൽ ധാരാളം. -2/π ആണ്. -2/π ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ അല്ലേ ചോദിച്ചാൽ? കെ പൈ പ്ലസ് 1 ആണ് -1. അപ്പോൾ കെ പൈ പറയുന്നത് -2 ആണ്. കണ്ടിന്യൂസ് എക്സ് ഈക്വൽസ് പൈ എന്നല്ലേ പറഞ്ഞത്? ഇതിൽ ചോയ്സ് തെറ്റിപ്പോയത് കേട്ടോ മക്കളെ. കെയുടെ വാല്യൂ ഓഫ് കെ ഈസ് എന്ന ചോദ്യം. കെയുടെ വാല്യൂ -2/π ആണ്. ഇതിൽ ചോയ്സ് തെറ്റിപ്പോയതാണ്. ഇതിൽ ഓപ്ഷൻ എന്താ? ആൻസർ ഷുഡ് ബി കെ ഈക്വൽ ടു -2/π. ഇതാണ് ആൻസർ. ഓക്കെ, നിർത്തട്ടെ.